നമ്മൾ അത് വേവിച്ചതിന് ശേഷം ഇനി എന്താ അതിൽ മിക്സ് ചെയ്യേണ്ടത്? മുളക് പൊടി അല്ലേ? പിന്നെ മഞ്ഞപ്പൊടി ഉപ്പുപൊടി കറിച്ചപ്പ് നീരുള്ളി വെള്ളുള്ളി തേങ്ങ അതെല്ലാം ഇട്ടിട്ട് ഒരു കുഴച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അത് മിക്സ് ചെയ്യാം. എന്നിട്ട് സ്രാവ് എന്തായി? അത് സ്രാവ് ഇങ്ങനെ അതിൻ്റെ തൊലി എടുക്കണം അല്ലേ? ഓക്കെ. കുഞ്ഞൻ സ്രാവിൻ്റെ വറവ് എപ്പോഴാണ് ഇടുന്നതെന്ന് ചോദിച്ചവർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ സ്രാവ് വറവിൻ്റെ പ്രൊസീജിയർ. ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക, അതിനെ വേവിച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയുക. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ തേങ്ങ ചിരകിയതും ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും സാധനത്തിൻ്റെ കൂടെ ഈ സ്രാവ് കൂടെ ക്ലീൻ ചെയ്ത സ്രാവും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടി എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഈ മിക്സ് ചെയ്തിട്ടുള്ള കുഞ്ഞൻ സ്രാവും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിക്കുക കേട്ടോ, വെള്ളം ഒഴിക്കരുത്, ആവി കയറ്റി വേവിക്കുക. എന്നിട്ട് നിങ്ങൾ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുക. നമ്മൾ ചെമ്മീൻ ചമ്മന്തിയിലുണ്ടല്ലോ, അതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ.